അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രസ്സും ഈ ഒരു ബാഗും കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ എന്തായാലും സൊമാറ്റോയിലോട്ട് ഇറങ്ങി. എന്തായാലും വലിയ വലിയ ട്രിപ്പൊക്കെ നടത്തണമെങ്കിൽ അത്യാവശ്യം നല്ല കാശ് വേണം കയ്യിൽ. അപ്പോൾ മാത്രമല്ല വണ്ടി റെഡിയാക്കണമെങ്കിൽ കാശ് വേണം. അപ്പോൾ ഒരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് സൊമാറ്റോയിൽ നമുക്ക് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. മാത്രമല്ല ഇവിടുത്തെ ഓരോ സ്പോട്ടൊക്കെ, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളാണ്. അതും ഇതിനോടൊപ്പം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു തൂക്കാലത്തിൻ്റെ മുകളിലാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വിട്ടേക്കാം. അങ്ങനെ ഫസ്റ്റത്തെ ഓർഡർ അസൈൻ ആയിരിക്കുന്നു. ഓർഡർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. 10 മിനിറ്റ് വരെ ടൈമുണ്ട്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആയെങ്കിൽ പിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ട്രാൻസ്ഫർ ചെയ്ത് പോകാം. 0 പെനാൽറ്റിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പം മുമ്പൊന്നും ഇല്ലായിരുന്നു. ഇത് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഫുഡ് റെഡി എന്തായാലും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാം. എന്തായാലും കിട്ടി. കുഴപ്പമില്ല, 6 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ റോഡ് ഭയങ്കര മോശം. കണ്ടല്ലോ, ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നേ ഉള്ളൂ. അതാണ് മൊത്തം പൊടിമണ്ണും സംഭവങ്ങളൊക്കെയാണ്. ഇവർ ചുമ്മാ ഇങ്ങനെ റോഡ് പണിതിട്ടേക്കും. ഇതൊക്കെ കമ്പിയൊക്കെ സൈഡിൽ വെക്കും. ചില കമ്പികളൊക്കെ ഈ ഡ്രൈനേജിൻ്റെ ഇതൊക്കെ പണിതിട്ടുള്ള കമ്പികളൊക്കെ അങ്ങനെ തന്നെ ബാക്കി വെക്കും. അതൊന്നും കട്ട് ചെയ്യത്തില്ല. അത് സീനാണ്. ഇവിടുത്തെ KSRTC ബസ് കണ്ടില്ലേ, അതിൽ നിന്ന് വരുന്ന പുക കണ്ടില്ലേ, കാണുന്നുണ്ടാവോ? കണ്ടില്ലേ, മൊത്തം KSRTC ബസ്സിൻ്റെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ. അയ്യോ 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 അയ്യോ, പെട്ടെന്നാണ് റോഡിലോട്ട് എത്തുക. ഇതാണ് നേത്രാവതി പാലം. ഈ പാലത്തിൽ നിന്നുള്ള വിഷ്വൽസ് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഒരിടയ്ക്ക് റിപ്പോർട്ട് ചാനൽ, 24 ചാനൽ, മലയാളത്തിൽ ഏതൊക്കെ ന്യൂസ് ചാനലുണ്ട് എല്ലാ ചാനലും ഇവിടെ വന്ന് ക്യാമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരാഴ്ചത്തോളം. സൊമാറ്റോ അത് എനിക്ക് കിട്ടിയത് 62 രൂപ ഓർഡർ പേ ആണ്, പ്ലസ് 18 രൂപ ഇൻസെൻറ്റീവ് ആണ്. അപ്പോൾ ഈ 62 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 5.2 കിലോമീറ്ററാണ് ഡ്രോപ്പ് ലൊക്കേഷൻ. റെസ്റ്റോറൻറ്റിലോട്ടുള്ള പിക്കപ്പ് ലൊക്കേഷൻ ഏകദേശം ഒരു 800 മീറ്റർ ആയിരുന്നു. അപ്പം ഇത് തിരിച്ച് എനിക്ക് സിറ്റിയിലോട്ട് പോകാനുള്ള പേയ്മെൻറ്റും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. അതായത് ടൗൺ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ അങ്ങോട്ട് 1 കിലോമീറ്റർ ഇങ്ങോട്ടുള്ള വീതിയും നീളമേ ഉള്ളൂ. ഒക്കെ ട്രാൻസ്ഫർ ചെയ്തൊരു ഓർഡറാണ്. പിക്ക് ചെയ്തേക്കാം, എന്തായാലും പോയേക്കാം. ഈ ഒരു ഓർഡർ ട്രാൻസ്ഫർ ചെയ്ത ഓർഡറാണ്, നമ്മുടെ ഇക്കയ്ക്ക് വീണ ഓർഡറാണ്. എന്നോട് കോൾ വിളിച്ച് പറഞ്ഞായിരുന്നു ഒരു ലൊക്കേഷനിലോട്ട് ഓർഡർ വീണിട്ടുണ്ട്, ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോകാം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ ആ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ റേറ്റും കുറവാണെന്നാണ് പറഞ്ഞത്. രാത്രി 10 മണി വരെ മാത്രമേ ഗിഗ്സ് ഉള്ളൂ. ചെറിയ ടൗൺ ആയതുകൊണ്ട്. മാത്രമല്ല 11 വരെ നമുക്ക് ബുക്ക് ചെയ്യാം, പക്ഷെ ആരും നിൽക്കത്തില്ല. കാരണം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഓർഡർ കിട്ടിയാൽ പെട്ടുപോകും. ഒന്നാമത് പുലിയൊക്കെ ഉള്ള സ്ഥലമാണ്. രാത്രിയായി പിന്നെ ഭയങ്കര പേടി ഈ വഴിക്ക് വരാൻ വേണ്ടി. പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ്. പിന്നെ മൊത്തത്തിലൊരു ഡേഞ്ചർ സ്പോട്ടാണ് നമ്മൾ ഇപ്പം ഈ പണിയെടുക്കുന്ന ഈ ഒരു സോൺ എന്ന് പറയുന്നത്. റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണേ. മഴയിൽ നിന്ന് ഇതൊരു ചെറിയ മലയാണ്. മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ റോട്ടിക്കൽ കുത്തി വലിച്ചാണ് പോകുന്നത്. റോഡ് കണ്ടില്ലേ, ടാറിട്ട റോഡാണ്. എവിടെ ഉണ്ട് ടാർ? എവിടെ ഉണ്ട്? ടാറിങ്ങേ ഇല്ല. പട്ടിയെ കടിക്കല്ലേ. 9.6 കിലോമീറ്റർ എനിക്ക് കിട്ടിയത് 89 രൂപ പ്ലസ് 20 രൂപ ഇൻസെൻറ്റീവ് ആണ്. അത് വീക്കിലിലാണ്. ഡെയിലി 18 രൂപയേ ഉള്ളൂ. ദൈവമേ, വളരെ കുറവാ. കിലോമീറ്ററിന് 10 രൂപ പോലും ഇല്ല. കാരണം ആലോചിക്കണം, ഇവിടെയൊക്കെ ഉള്ളത് ഏകദേശം ഒരു 10 കിലോമീറ്റർ ആണെന്ന് കൂട്ടിക്കോ. 10 കിലോമീറ്റർ കസ്റ്റമറുടെ ലൊക്കേഷനിലോട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് സിറ്റിയിലോട്ട് 10 കിലോമീറ്റർ തന്നെ ട്രാവൽ ചെയ്യണം. മൊത്തം 20 കിലോമീറ്ററാണ്. ഇപ്പോൾ 20 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 100 രൂപയാണ്. ഭയങ്കര ചൂട് കേട്ടോ. ഇത് അടിവാരത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിവാരം എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് മലയൊക്കെ കുറച്ച് മുന്നോട്ട് 10 കിലോമീറ്റർ പോയി പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളൊക്കെയാണ്. റെസ്റ്റോറൻറ്റുകളൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചു തരാം, പിന്നെ കാണിച്ചു തരാം. ഇവരെന്ത് ചെയ്യുമോ, ഇവരുടെ പേഴ്സണൽ ഓർഡേഴ്സ് ഉണ്ടാവും. അത് സെയിം കസ്റ്റമറിന് ഇവർ വിളിച്ച് പറയും, നിങ്ങൾ സൊമാറ്റോയിൽ നിന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. അതിനുശേഷം പേഴ്സണൽ ഓർഡർ ഞങ്ങൾ കോളെ വിളിച്ച് വന്നാൽ മതി, ഞങ്ങൾ അതിനോടൊപ്പം അയച്ചു തരാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ടൈം വെയിറ്റ് ചെയ്യണം. എക്സ്ട്രാ ആയിട്ടൊന്നും തരത്തില്ല. റെസ്റ്റോറൻറ്റുകാരൊക്കെ നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട് അതിലൂടെ. ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ല. സൊമാറ്റോയിൽ ഒരു റൂൾസും കൂടി ഉണ്ട്, എക്സ്ട്രാ പാർസൽ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് അങ്ങനെ ഒരു 5-6 പ്രാവശ്യം കൊണ്ടുപോയി. 5-6 പ്രാവശ്യമല്ല, അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കൊണ്ടുപോയി. ഞാനന്നൊക്കെ പറ്റത്തില്ല, ഇത് ലാസ്റ്റ് ടൈമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ചൂടാവുകയാണ് ചെയ്യുന്നത്. അവസാനം ഞാൻ ലാസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ വിട്ടിട്ട് പോയി. പാർസൽ അങ്ങനെ തന്നെ ഓർമ്മ അവർ റെഡിയാക്കി വെച്ചത് വിട്ടിട്ട് പോയി. കാരണം സൊമാറ്റോയിൽ എന്താണോ ഉള്ളത് അത് മാത്രം കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഒന്നാമത് പാർസലൊന്നും ഇവിടുത്തെ സീൽഡല്ല, ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും ആയെങ്കിൽ പിന്നെ നമുക്ക് അത് എന്ത് സംഭവിച്ചാലും ഡെലിവറി ബോയ്സിന് മുകളിൽ അവർ ഇടത്തുള്ളൂ. അപ്പോൾ അവർ ഭയങ്കര കലിപ്പിലായി ഞാൻ കൊണ്ടുപോകാത്തതുകൊണ്ട്. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും അവിടെ ഫുഡ് റെഡി ഉണ്ടെങ്കിലും അവർ റെഡി കൊടുക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് തരുമ്പോഴും ലേറ്റ് ആക്കും. അങ്ങനത്തെ പേഴ്സണൽ ഈഗൊക്കെ പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ കോമ്പൗണ്ട് മുകളിൽ വെക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഗേറ്റിൽ കീ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കോ. ഈ കുരങ്ങ് വലുതും കൊണ്ടുപോകുന്നതാണ്. എന്തായാലും കുറച്ച് കട്ടി വെച്ചേക്കാം.
ജ്യൂസ് ഉണ്ട്, ഇതിൽ തൂക്കിയിട്ടേക്കാം. യെസ്, സംഭവം അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. நான் கூப்பிட்ட பிறகு தானே நீங்கள் வந்தீங்க. வேலைக்கு வர்றதுக்கு உங்களுக்கு கொஞ்சம் லேசி இல்லை? അടുത്തൊരു ഡ്രസ്സിനായി ഒരു ലോക്കലോടാണ്, 15 രൂപ ടിപ്സ് ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ബാക്ക് ടു ബാക്ക് ഓർഡർ എടുത്തതുകൊണ്ട് ഒരു 7-8 കിലോമീറ്റർ ഓർഡർ അടിച്ചു. ശരിക്കും ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു പോയി. നല്ല ചൂടാണേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ചൂടാണ്, സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് സൂര്യൻ ഓപ്പോസിറ്റിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് ക്യാമറ നല്ലതായിട്ട് ഹീറ്റാവുന്നുണ്ടായിരുന്നു. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരു എവറേജ് ഒരു ഹീറ്റ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്ത് ഉള്ളിലോട്ട് വെച്ചായിരുന്നു. ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ ഒരു മൾട്ടി ഓർഡർ അസൈനായിരുന്നു അത്. അതിലൊരു രസമുണ്ട് കേട്ടോ. ഞാൻ രണ്ടാമത് ഓർഡർ കൊണ്ടു കൊടുത്തത് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കൊണ്ടു കൊടുത്ത ശേഷം അയാൾ ചോദിച്ചു, ഭയങ്കര വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്തി അല്ല, ഒരു എന്താ പറയുക, ഡിവോഷണൽ സോങ്സ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അയാൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് ഫ്ലാഷായി. കാരണം അവരുടെ മതത്തിലുള്ളവർ തന്നെയാണോ ഞാൻ ഡെലിവറി ബോയ്സ് എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ മതപരമായിട്ടും അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ സ്ഥലത്തുള്ളത്. പക്ഷെ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അപ്പം ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യില്ലെന്നേ ഉള്ളൂ. ഭയങ്കര കഷ്ടം തോന്നി. ഒരു ഡെലിവറി ചെയ്യുന്ന ആളെ പോലും ഏത് മതത്തിൽ ഉൾപ്പെട്ട ആളാണെന്ന് അറിയാൻ വേണ്ടിയാണ് പേര് ചോദിച്ചത്. ഇത്രയും നേരം ലോങ് ഓർഡറാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ഞാൻ കുറച്ച് സമയം ഗ്യാപ്പ് എടുത്തു. അപ്പോൾ ഭക്ഷണമൊക്കെ ഒരു 3:30 ആകുമ്പോൾ കഴിച്ചായിരുന്നു. ഒന്ന് ഓർക്കണം, അതായത് പീക്ക് ഹവറിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. 3 മണിക്ക് ശേഷമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു 3:30 ആയി. അപ്പം കുറച്ച് ഗ്യാപ്പിലായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അത്യാവശ്യം ലോങ് ഓർഡർ ആയിരുന്നു കൂടുതൽ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3ാമത്തെ ഓർഡർ ഇപ്പം 5 കിലോമീറ്റർ ഉണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2 ലോക്കൽ ഓർഡർ ഡെലിവറി ചെയ്തു. ഇനി ഒരു ലോക്കലല്ല, ഒരു 5 കിലോമീറ്ററുടെ ഡിസ്റ്റൻസ് ഉള്ള ഒരു ഓർഡറും കൂടെ ഉണ്ട്. എന്തായാലും അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. ജീവൻ്റെ വണ്ടിയാണ് ആ പോയ ട്രാക്ടർ. പ്രസന്ന കോളേജ്. ദൈവം, ഞാൻ കസ്റ്റമറിനെ വിളിച്ചില്ലല്ലോ. ഈ ഹോസ്റ്റലിൽ നിന്ന് ഇവിടം വരെ എത്താൻ എത്ര സമയം എടുക്കുമാകും? 4.9 കിലോമീറ്ററിന് 50 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 3 മൾട്ടി പിക്കപ്പ് ഉണ്ടോ? 2 പിക്കപ്പ് ഉണ്ട്. ഓക്കെ, 3.78 കിലോമീറ്റർ. ഒറ്റൊരു കസ്റ്റമർ ആയിരുന്നു മതിയായിരുന്നു. ആദ്യത്തെ പിക്കപ്പ് ദി മസാല മന്തി. ഓക്കെ, നേരെ വിട്ടേക്കാം. ഒരു ഓർഡർ പിക്ക് ചെയ്തു. ഇനി അടുത്തത് ഓർമ്മയുണ്ട്, ഇതുവരെ റെഡി ആയിട്ടില്ലേ. തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടെ തന്നെ ഞാൻ റീച്ച് കൊടുത്തു. ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. റെഡി ഉണ്ടായിരുന്നു, പക്ഷേ ഫുഡ് മാർക്ക് റെഡി കൊടുത്തില്ല. മാധവല്ല? ഓക്കെ, താങ്ക് യു. ഇങ്ങനെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. ഇരിക്കട്ടെ, ബാക്കിലോട്ട് കുറച്ച് ഉന്തി തള്ളിയാണ് നിൽക്കുന്നത്. ഫുഡ് റെഡി ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു പോലീസ് നിൽക്കുന്ന കാണാറുണ്ടല്ലോ, ട്രാഫിക് കൺട്രോളിന് വേണ്ടി. കാണുന്നില്ല. ഒനിയൻ ദോശ, ബിസ്ക്കറ്റ് റൊട്ടി, 2 പാവ് ബജി. ആരുടെ കസ്റ്റമർ? അന്നോന്ന്. ആരാന്നറിയത്തില്ല, അവരുടെ പേര് തന്നെ ഇട്ടേക്കണം, അന്നോന്നാണ്. സൊമാറ്റോ. ഓക്കെ, ഇത് പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, ഒരു കുഞ്ഞ് ഗ്യാപ്പിൽ. ഓക്കെ, താങ്ക് യു. പിക്കഡ്. പക്ഷേ ഇരുട്ടി തുടങ്ങി കേട്ടോ. 6:45 ആവാറായി സമയം. ഇവിടെ നമുക്ക് ലിഫ്റ്റില്ല. കിതയ്ക്കും, ഞാൻ കിതയ്ക്കും ഉറപ്പായിട്ടും. അയ്യോ, ഇതെന്താ ഒരു ലിഫ്റ്റ് വെക്കാത്ത? ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ എനർജി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും ഞാൻ ഇത് കൊടുത്തിട്ട് ബാക്കി കാണിക്കാം, കുറേ കയറാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, 10 മണിയായി. അപ്പം ഞാൻ എന്തായാലും ഓഫ്ലൈൻ ആക്കി. അപ്പോൾ ഇന്നത്തെ ഏർണിങ്സ് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ എപ്പോഴും ഈ ഒരു രീതിയിലാണെന്ന് പറയാൻ സാധിക്കത്തില്ല. 1345 ഓർഡർ പേ കിട്ടി. 520 സംതിങ് ഇൻസെൻറ്റീവ് ആണ്. അത് അൺലോക്ക് ആയിട്ടുണ്ട്. വീക്കിലിയുടെ ഞാൻ പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ 18 രൂപയുള്ളത്, 20 രൂപ മാത്രം എന്താ പറയുക വീക്കിലോട്ട് വരും. 18 രൂപ ഡെയിലി ഇൻസെൻറ്റീവിലാണ് വരുന്നത്. സാധാരണ ഇത്ര ഏർണിങ്സ് ഒന്നും ആവാറില്ല, 1000-700 ആവുള്ളൂ. അപ്പം ഇത് 1800 സംതിങ് ടോട്ടലി നോക്കുവാണെങ്കിൽ പെട്രോൾ അതൊക്കെ പോയിട്ട് 1300 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 1000 കിട്ടുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ലഡാക്കിലോട്ട് പോകാനുള്ള ഏകദേശം ഒരു 3 മാസത്തിൽ നമുക്ക് എന്താ പറയുക നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല, അതാണ്.
അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.